ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയെ തിരിച്ചറിയണമെങ്കിൽ ഒരു ചെറിയ വീഡിയോ കണ്ടാൽ മതി. അത് നമുക്ക് ആദ്യമേ കാണാം. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തല്ലിയ KSU പ്രവർത്തകരിൽ ഒരാളാണ് തോമസ്. അതുകൊണ്ട് അടിയുടെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായും അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ട്, അതിപ്പോഴും ഉണ്ട്. പൊതുവെ ഈ കോൺഗ്രസ് UDF അത്ര വലിയൊരു പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലമല്ല ആലപ്പുഴ. തോമസ് വന്നതോട് വലിയൊരു കളം മാറിയെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. പൊതുവേ ഇത് UDFന് അനുകൂലമാകാവുന്നൊരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ശക്തമായ ഒരു UDF തരംഗമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു യുവാവെന്ന നിലയിലുള്ള ഒരു ജനങ്ങൾക്കിടയിൽ ഒരു സ്നേഹവും പരിഗണനയും കിട്ടുന്നുണ്ട്. ഒരു വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഈസ്റ്റർ ദിവസം എങ്ങനെയാണ് പ്രചരണ പരിപാടിയൊക്കെ? ഈസ്റ്റർ ഇന്നലെ രാത്രി വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയിലൊക്കെ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയും ചില പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് രാവിലെ വിശ്വാസികളെയൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം ഇന്ന് നെഹ്റു ട്രോഫി വാർഡിലായിരുന്നു പ്രചരണം. ബാക്കിയുള്ള മണ്ഡലങ്ങളൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ തമ്മിൽ വലിയ വഴക്കും ബഹളമൊക്കെയാണ്. ഇവിടെ നിങ്ങൾ മൂന്നുപേരും എല്ലായിടത്തും പല സ്ഥലത്തൊക്കെ ഒന്നിച്ച് കാണാറുണ്ട്. ഒരു സാഹോദര്യത്തോടുകൂടിയുള്ള ഒരു മത്സരമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം LDFൻ്റെ സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥിയുമായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്. അവർ രണ്ടുപേരും എൻ്റെ പിതാവിൻ്റെ അത്രയും സീനിയോറിറ്റിയുള്ള അങ്ങനെയുള്ള രണ്ട് നേതാക്കളാണ്. അവരോട് വലിയ ബഹുമാനമാണ്. ഇപ്പോൾ എല്ലാവിധമായ വിജയാശംസ. താങ്ക് യു. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.